അമ്മ കശ്മാർ കുറച്ച് കിട്ടിയിട്ടുണ്ട്, ഒന്ന് ഒളിച്ച മുട്ടായാക്കി തരുവാ. പിന്നെന്താ, നമുക്ക് ഉണ്ടാക്കാലോ. കൊണ്ടാ അമ്മ ഞാനും മാറും. ഓർമ്മയുണ്ടോ നമ്മുടെ പഴയ ഒലിച്ച മുട്ടായിയെ? നമ്മൾ പണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ കടകളിൽ നിന്ന് ദിവസം വാങ്ങിക്കഴിക്കാറുണ്ടായ നമ്മുടെ ഒലിച്ച മുട്ടായി. വെറും 2 ചേരുവകൾ കൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ കശുമാങ്ങ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കശുമാങ്ങ വെച്ചിട്ട് ഇത് റെഡിയാക്കുമ്പോൾ. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കശുമാങ്ങയുടെ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് അടുപ്പിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇതിന് കുറച്ചധികം ടൈം എടുക്കും, അതുകൊണ്ട് ഞാൻ പുറത്ത് അടുപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പിഴിഞ്ഞു വെച്ച നമ്മുടെ ഈ കശുമാങ്ങയുടെ വെള്ളം ഞാൻ ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വേഗം അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഹലോ ഗൈസ്, ഇപ്പോൾ ഗ്യാസിന് ക്ഷാമമായതുകൊണ്ട് നമ്മൾ അടുപ്പിലാണ് ഒലിച്ച മുട്ടായി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല ഗ്യാസിൽ വെക്കുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അത് കുറുകി വരാം. അടുപ്പിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ തീയൊന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതാ മക്കളൊക്കെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് ഒരു 3 അല്ലി ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു കശുമാങ്ങയുടെ വെള്ളവും ശർക്കരയും കൂടി നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. തേങ്ങ എത്ര നമ്മൾ ഇട്ട് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ മിഠായിക്ക്. അപ്പോൾ ഞാൻ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഇവിടെ കിടന്ന് നല്ല പോലെ ഒന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഏകദേശം 1 മണിക്കൂർ എടുത്തു വിട്ടു ഇത് റെഡി ആവാനായിട്ട്. ഇത് ഈ ഒരു പരിവാവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് വരുന്ന ആ ഒരു പരിവാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് വേഗം അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കണം കേട്ടോ. ഇത് ചൂടാറുന്നോറും ഇത് കട്ടി കൂടി വരും കേട്ടോ, കുറച്ച് തിക്കായിട്ട് വരും ഇത്. അപ്പോൾ നമുക്ക് ഇത് ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിതാ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതഞ്ഞ് വരുന്ന സമയത്ത് തന്നെ അത് വാങ്ങി വെക്കണം. അധികം ഇതായാൽ ഇത് കരിഞ്ഞു പോകും, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റൊക്കെ വരും. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന ആ ഒരു രീതി തന്നെ ചെയ്യണേ. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് ബൗൾസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ബൗൾസാക്കാൻ പറ്റിയ ആ ഒരു പരുവത്തിലാണ് ഉള്ളത് കേട്ടോ. ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ കയ്യിൽ നെയ്യോ എണ്ണയോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബോൾസാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, എത്ര എളുപ്പമായിട്ട് നമ്മൾ ഉണ്ടാക്കിയല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒലിച്ച മിഠായിയുടെ പരിപാടി കേട്ടോ. നമ്മൾ കശുമാങ്ങ കൊണ്ട് ഉണ്ടാക്കിയാലില്ലേ നമുക്ക് തിന്നാലും മടുക്കില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കശുമാങ്ങയുടെ സീസണല്ല. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ 3 ചേരുവകൾ കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ മിഠായി റെഡിയാക്കി എടുത്തത്. നമ്മുടെ ശർക്കരയും കശുമാങ്ങയും നമ്മുടെ തേങ്ങയും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊരു കവറിലേക്ക് മാറ്റി ശരിക്കും നമ്മുടെ ഒലിച്ച മിഠായി ഉണ്ടാകുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും പലഹാരത്തിൻ്റെയൊക്കെ കവർ ഉണ്ടെങ്കിൽ ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതാ കറക്റ്റ് നമ്മുടെ ഒലിച്ച മിഠായി തന്നെയല്ലേ. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കഴിച്ചാലും മടുക്കില്ല. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും കശുമാങ്ങയുടെ ആ ഒരു വെള്ളം വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. താനുട്ടി ഇതാ നിൻ്റെ മുട്ടായി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മ, കഴിച്ചു നോക്കിയേ. ഇന്ന് കഴിച്ചു നോക്കട്ടെ. ഇപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മുടെ കശുമാങ്ങേൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്, നല്ല രസമുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ കശുമാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും കശുമാങ്ങ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.